ഈ ചിലവ് കുറഞ്ഞ നമുക്ക് ഈ മരത്തിൻ്റെ കൂട് ഹൈറ്റ് കൂടേണ്ട ആവശ്യമൊന്നുമില്ല. നാച്ചുറലായിട്ട് മണ്ണിൽ ചെറിയൊരു ഷെഡ് ചിലവ് കുറച്ചുള്ള ഷെഡ് ഉണ്ടാക്കുക. അതിനകത്ത് കാക്കയോ പൂച്ചയോ ഒരു സംഭവം വരില്ല. അത്രയും സുരക്ഷിതമായിരിക്കും അത്? നല്ല സുരക്ഷിത, 100% ഗ്യാരണ്ടിയാണ്. ഒരു ഇതുമില്ല. കാര്യം ഒരു നായ വന്നാൽ എടുക്കാൻ കളിക്കുക. കംപ്ലീറ്റ് ചുറ്റും വല വെച്ച് കെട്ടി അതിൻ്റെ മുകളിൽ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയ കൂടാണ്. നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മുടെ പുതിയ വീഡിയോ വളരെ രസകരമായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. മറ്റൊന്നുമല്ല, നമ്മൾ ഇൻക്യുബേറ്ററിൻ്റെ വീഡിയോകൾ അല്ലെങ്കിൽ കോഴിയെ സംബന്ധിച്ച വീഡിയോകളൊക്കെ ഒരുപാടെണ്ണം നിങ്ങളുടെ മുൻപിലേക്ക് തന്നിട്ടുണ്ട്. എന്നാൽ ഒരുപാട് ആളുകൾ നമ്മളോട് ആ വീഡിയോകളൊക്കെ വന്ന സമയത്ത് ചോദിക്കുകയുണ്ടായി, ഈ ഇൻക്യുബേറ്ററിൽ ഒരു 10-20 ദിവസം നമ്മൾ കുഞ്ഞുങ്ങളെ മുട്ട വിരിയിച്ചിട്ട് അവർക്ക് ചൂട് കൊടുത്ത് വയ്ക്കുന്നു. ഇവർ പുറത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഈ കാലാവസ്ഥയിലേക്ക് വരുമ്പോൾ പലർക്കും ഒരുപാട് കോഴിക്കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഒരുപാട് കർഷകർ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു പരിഹാരമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതായത് നമ്മൾ 20 ദിവസത്തോളം ഇൻക്യുബേറ്ററിൽ ചൂട് കൊടുത്ത് വിരിഞ്ഞ കോഴി കുഞ്ഞുങ്ങളെ നമ്മൾ ഒരു ബ്രൂഡ് സ്റ്റോക്കായിട്ട് വെക്കുന്നുണ്ട്. ഇതിനെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്തൊക്കെ അസുഖങ്ങളാണ് ഇവർക്ക് വരുന്നത്, അത് വരാതിരിക്കാനുള്ള മാർഗം എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ തീർച്ചയായും നമുക്ക് ഇതുവരെ തന്ന സപ്പോർട്ടോട് കൂടി നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുക. നമുക്ക് ഇന്നും കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് നമ്മുടെ തച്ചനടിക്കടുത്ത്, പാലക്കാട് ജില്ലയിൽ തച്ചനടിക്കടുത്തുള്ള നമ്മുടെ സന്തോഷേട്ടൻ തന്നെയാണ്. അപ്പോൾ സന്തോഷേട്ടൻ അത് വിശദമായിട്ട് സംസാരിക്കുന്നുണ്ട് ഈ വീഡിയോയിലൂടെ. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം, കൂടെ ഉണ്ടാവുക. സന്തോഷേട്ടാ, നമ്മളെ പുതിയ വീഡിയോയിൽ എന്താണ് ആളുകളുമായി സംസാരിക്കുന്നത്? ഇപ്പോൾ നമ്മളിപ്പോൾ ഇൻക്യുബേറ്ററിൽ നിന്ന് വിരിഞ്ഞ കുട്ടികൾ നേരെ 15 ദിവസം 20 ദിവസം നമ്മൾ ബ്രൂഡിൽ ചൂട് കൊടുക്കുന്നുണ്ട്. ആ ബ്രൂഡിൽ 20 ദിവസത്തോളം നമ്മൾ ബ്രൂഡിങ്ങിട്ട് ചൂട് കൊടുത്തിരിക്കുന്നത്. ഈ ചൂട് കൊടുത്ത കുട്ടികൾ ഞാൻ ഇതിനകത്ത് ചിലപ്പോൾ കാറ്റും വെളിച്ചം കിട്ടാത്ത സ്ഥലത്തായിരിക്കും. കാറ്റ് വെളിച്ചം പറഞ്ഞാൽ നമ്മൾ സൂര്യപ്രകാശം ഒന്നും കിട്ടാത്ത സ്ഥലത്താണ് ഞാൻ കുഞ്ഞുങ്ങളെ ബ്രൂഡ് ചെയ്യിപ്പിക്കുന്നത്. അത് നേരെ 20 ദിവസം കഴിഞ്ഞ് ആ കുഞ്ഞുങ്ങൾ നേരെ നമ്മൾ ഇറക്കുന്നത് നാച്ചുറൽ ഒരു കൂട്ടിലേക്കാണ് ഇറക്കുന്നത്. അത് താഴെ മണ്ണും അങ്ങനെയുള്ള സ്ഥലത്ത് അവർക്ക് ചനക്കി പൊറുക്കി തിന്നാനും ഉറുമ്പും. അല്ലാതെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മൾ ഈ ബ്രൂഡിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ 20 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ പുറത്തേക്ക് കൊണ്ടുവരികയാണോ? അപ്പൊ ശരിക്ക് നമ്മൾ ഈ അന്തരീക്ഷവുമായിട്ട് അവർക്ക് ഇടപഴകുമ്പോഴേ വലിയൊരു ആരോഗ്യ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറില്ലേ? അത് നമ്മൾ 20 ദിവസം നല്ലപോലെ ബ്രൂഡിങ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ല ആരോഗ്യ ഹെൽത്തി ആയിട്ടാണ് കൊണ്ടുവന്ന് വിടുന്നത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ, നമ്മള് ഇപ്പൊ 20 ദിവസത്തോളം നമ്മള് ബ്രൂഡില് ഇതാക്കുന്നത്. അവിടെ നിന്നിട്ട് കോഴിയെ മാറ്റുമ്പോഴേ നമ്മൾ പ്രധാനമായിട്ട് എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് അവര് നാച്ചുറലായിട്ട് നമുക്ക് വളർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചിലവ് കുറഞ്ഞ നമുക്ക് ഈ മരത്തിൻ്റെ കൂട് ഹൈറ്റ് കൂടേണ്ട ആവശ്യമൊന്നുമില്ല. നാച്ചുറലായിട്ട് മണ്ണിൽ ചെറിയൊരു ഷെഡ് ചിലവ് കുറച്ചുള്ള ഷെഡ് ഉണ്ടാക്കുക. അതിനകത്ത് കാക്കയോ പൂച്ചയോ ഒരു സംഭവം വരില്ല. അത്രയും സുരക്ഷിതമായിരിക്കും അത്? നല്ല സുരക്ഷിത, 100% ഗ്യാരണ്ടിയാണ്. ഒരു ഇതുമില്ല. കാര്യം ഒരു നായ വന്നാൽ എടുക്കാൻ കളിക്കുക. കംപ്ലീറ്റ് ചുറ്റും വല വെച്ച് കെട്ടി അതിൻ്റെ മുകളിൽ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയ കൂടാണ്. മുകളിൽ വലയൊക്കെ കെട്ടി ഇത് ചുറ്റും മെഷാണ്. മെഷ് ഇതിനൊക്കെ കമ്പിയാണിത്. കമ്പി കൊടുത്തിട്ട് അത്യാവശ്യം നല്ല ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. മെഷും ചിലവ് കുറവാണ്. ഈ ടാർപ്പായിൻ്റെ അടിയിലാണ് വലയാണ് മൊത്തം 2 സൈഡ് വലയിട്ടുണ്ട്. നമുക്ക് ഉള്ളിൽ കണ്ട വല ഒരു എലിയോ പൂച്ചയോ ഒന്നും വരാണ്ടിരിക്കുകയാണ് വല കെട്ടിക്കുന്നത്. അപ്പം നമുക്ക് ഇതിനകത്ത് വല മൊത്തത്തിൽ വലയത് ടാർപ്പായ വെച്ചിട്ടുണ്ട്. ഇത് മണ്ണിൽ കളിക്കുന്നത് ഒരു രണ്ടുമുണ്ട്. ഇതില് നമ്മളിപ്പോഴേ ചോദിക്കട്ടെ, ഇതിലിപ്പോ താറാവ് കുഞ്ഞുങ്ങളും കിടക്കുന്നുണ്ട്, കോഴിക്കുഞ്ഞുങ്ങളും കിടക്കുന്നുണ്ട്, അസീലിന്റെ കുട്ടികളൊക്കെ ഉണ്ട് അല്ലേ? അസീലിന്റെ കുട്ടീൻ്റെ നാടനെ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഇവരിപ്പോ നമുക്ക് 20 ദിവസത്തിന് ശേഷം നമ്മൾ നമ്മുടെ ഇതിൽ നിന്ന് എന്താ പറയാ ബ്രൂഡിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയ കുട്ടികളാണ്. അപ്പൊ ഇവരെ ഇപ്പൊ സന്തോഷം പറഞ്ഞു വന്നത് എന്താണ്, ഇങ്ങനെ മണ്ണിൽ അവർക്ക് ഈ ചെനക്കി പെറുക്കി തിന്നണം. എന്നാലും അവരുടെ കൈയും കാലിലൊക്കെ ബലം കിട്ടുള്ളൂ. ആ കുട്ടികൾക്ക് ഹെൽത്തി ആയി കിട്ടുള്ളൂ. ഈ വെറുതെ ഈ ബോയിലർ കോഴികൾ തിന്നിട്ട് ഇരുന്നാൽ കുട്ടികൾക്ക് അസുഖങ്ങൾ ഉണ്ടാവുള്ളൂ. ഇതാകുമ്പോൾ ചെനക്കി പെറുക്കി തിന്നുമ്പോൾ അവരുടെ കൈയും കാലും ചിലക്ക് പറന്നിട്ടൊക്കെ കളിക്കുമ്പോഴേ അവർക്ക് അസുഖങ്ങൾ പരമാവധി കുറയും. അസുഖങ്ങൾ പരമാവധി കുറയും അല്ലേ? അതെ. ഈ 20 ദിവസം നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ സ്റ്റാർട്ടർ കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ ബ്രൂഡിൽ ഇരിക്കുമ്പോൾ 20 ദിവസം സ്റ്റാർട്ടർ കൊടുക്കുന്നുണ്ട്. ആ 20 ദിവസത്തിന് ശേഷം നമ്മൾ എന്താണ് ഇവർക്ക് ഭക്ഷണമായിട്ട്? പിന്നെ ഞാൻ കൊടുക്കുന്നത് ഗോതമ്പ്, നെല്ല്, അരി, ഇതൊക്കെ റസ്റ്റ് അരി, ഗോതമ്പ് ആവശ്യത്തിന് കൊത്തി തിന്നും. അത് ഗോതമ്പ് എല്ലിട്ട് വെറുതെ ഇട്ട് കൊടുക്കുക. ചിലക്ക് പോയി തിന്നുന്നത് ഇട്ട് കൊടുക്കുക. അങ്ങനെ കോഴികൾ അങ്ങനെ മണ്ണിൽ കൊത്തി തിന്നണം. അത് വല്ല വെള്ളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ 2 മാസം നമ്മൾ ഇതേപോലെ നിർത്തുവോ? 2 മാസം കാക്ക കൊണ്ടുപോകണം ഹൈറ്റിൽ പ്രായം നിർത്തും. ബാക്കി തുറന്നു വിടും.
കാക്ക കൊണ്ടുപോകും. ആ ശരിക്കും ഇതിലിട്ട കാക്കയും കൊണ്ടുപോകില്ല. ഓക്കെ ഓക്കെ. അതിനാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരു കുഞ്ഞുങ്ങളെ പോലും വേസ്റ്റ് ആയില്ല നമുക്ക്. സന്തോഷം. ശരിക്കും നമുക്ക് ഭയങ്കര ക്യാഷ് ലാഭമാണ് അല്ലേ? നമുക്ക് കോഴി ലാഭത്തെ ചെയ്യണ്ടേ. പൈസ ഉണ്ട് വേണ്ട നമുക്ക് കൂട്ടിനകത്തോ കോഴികൾക്ക് ചിലവാക്കിയിട്ട് കാര്യമൊന്നുമില്ല. പൈസ നമുക്ക് ലാഭം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഇത് ഷെഡ് ചിലപ്പോൾ ഭംഗി ഉണ്ടാവില്ല, ചിലപ്പോൾ സ്ട്രോങ് ഉണ്ട്. ഹൈറ്റേ കൂടൊന്നും വേണ്ട. ഹൈറ്റേ കൂടെ നമ്മുടെ കൂടൊക്കെ അവിടെ ഉണ്ട്. അതിലൊന്നും കുഞ്ഞുങ്ങളിടില്ല. നമുക്ക് കുഞ്ഞുങ്ങൾ അസുഖമില്ലാണ്ട് നാച്ചുറലായിട്ട് നമുക്ക് കുറേ മരത്തിൻ്റെ കൂടും ഇരുമ്പിൻ്റെ കൂടും ഒക്കെ ഉണ്ട് അവിടെ. അതിൽ ഉപയോഗിക്കാണ്ട് ഞങ്ങൾ ഇത് കൂട് വെച്ചാൽ നമുക്ക് നാച്ചുറലായിട്ട് കോഴികൾക്ക് ഒറ്റ അസുഖം വരാതിരിക്കാൻ നമുക്ക് പരമാവധി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ 100% കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടും. ഈ ഫുഡ് മാത്രം കൊടുക്കുന്നത് മാത്രമല്ല, ഇവർക്ക് എന്തെങ്കിലും മരുന്നോ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരില്ലേ? അതെന്താ ചെയ്യാറ് സാധാരണ? ഞാനിത് വാക്സിനേഷൻ നമുക്ക് കൃത്യമായി വാക്സിനേഷൻ ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഈ പച്ചമരുന്ന് കൊടുക്കുക. വേറെ ഇംഗ്ലീഷ് മരുന്നിൻ്റെ ആവശ്യമില്ല ഈ കോഴികൾക്ക്. പച്ചമരുന്ന് പറയുമ്പോൾ നമ്മൾ ഈ വെറ്റില, അതായത് ആലുവേപ്പിൻ്റെ ഇല, പച്ചമഞ്ഞൾ, ചുക്ക്, കുരുമുളക്, അങ്ങനെ കുറച്ച് മരുന്നുകളൊക്കെ ഉണ്ട്. പച്ചമരുന്ന് അതൊക്കെ കുത്തിച്ച് നല്ല പൊടിച്ച് ആടലോടകം അങ്ങനെ മരുന്നൊക്കെ നല്ലപോലെ ചതച്ചിട്ട് കഷായം വയ്ക്കുക. കഷായം വെച്ചിട്ട് അവർക്ക് കൊടുക്കുക. അപ്പം നമുക്ക് കഷായം വെച്ച് കൊടുക്കുക. അപ്പം നമുക്ക് ഈ ഇംഗ്ലീഷ് മരുന്നുണ്ട്, അതായത് എൻട്രോ, മേരിക്കൂൺ അങ്ങനെയുള്ള മരുന്നുകളുടെ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ അൽബം അടക്കം വിരക്കുള്ള മരുന്നുകളൊക്കെ കൊടുക്കണം. പച്ചമഞ്ഞൾ കൊടുക്കുകയാണെങ്കിൽ അതും കൂടി വേണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ കൊടുക്കാറില്ല വിരക്കുള്ള മരുന്ന്. ശരിക്കും നമ്മൾ ഈ കുട്ടികളെ 2 മാസം ഇത്രയും പക്ക കറക്റ്റായിട്ട് വളർത്തുകയാണെങ്കിലേ ഇവർ മുട്ടയിടുന്ന സമയമാകുമ്പോഴേക്കും നമുക്കതിൽ മുട്ടയുടെ എണ്ണത്തിലടക്കം വലിയ വ്യത്യാസം ഉണ്ടാവും. ഒരു വ്യത്യാസം ഉണ്ടാവില്ല. നമുക്ക് നമ്മൾ ഈ കോഴികൾക്ക് കൂടുതലും നല്ലപോലെ ഈ കമ്പനി ഫീൽഡ് കൊടുക്കുമ്പോൾ കോഴികൾക്ക് നെയ്ക്കൊഴുപ്പുണ്ടാവും. ഈ നമ്മൾ ബോയിലർ കോഴിക്ക് കൊടുക്കുന്ന തീറ്റ നമ്മൾ ഈ കോഴിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നെയ്ക്കൊഴുപ്പുണ്ടാവും. മുട്ട ഉൽപ്പാദനം വളരെ കുറയും. അതിൽ കുറേ കുടൽമലയിൽ ഈ നെയ്കൾ കെട്ടിനിറയ്ക്കുമ്പോൾ ഈ മുട്ട ഉൽപ്പാദനം വളരെ കുറയും. അപ്പോൾ നമ്മൾ നാച്ചുറൽ തീറ്റ കൊടുത്ത് വളർത്തുകയാണെങ്കിൽ നല്ലപോലെ മുട്ട ഉൽപ്പാദനം കിട്ടും. നാടൻ കോഴിക്ക് അതാണ്. സങ്കരയിനം കോഴികൾക്ക് നമുക്ക് കൊടുക്കേണ്ടി വരും. അതായത് BB3 കോഴി അങ്ങനെ മുട്ട ഗ്രാമശ്രീ കോഴിക്കൊക്കെ നമ്മൾ പാക്കറ്റ് ഫീൽഡ് കൊടുക്കേണ്ടി വരും. പക്ഷേ നാടൻ കോഴി അത് ഇങ്ങനത്തെ ഈ അസീൽ കുഞ്ഞുങ്ങൾക്കൊന്നും ഇതിൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആവശ്യമില്ല. പിന്നെ ഒരു പരിധി വരെ അസുഖങ്ങൾ വലുതായിട്ട് വരുന്ന അസുഖങ്ങളും കുറവായിരിക്കും. നമ്മൾ ഈ കഷായം കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് കഫക്കെട്ടുണ്ടാവില്ല. വിരലിൻ്റെ ശല്യങ്ങളൊക്കെ അങ്ങനെ വളരെ കുറേ എല്ലാ മരുന്നുകളും ഇതിനകത്ത് ഉള്ളത് കൊണ്ട് എല്ലാം ഉണ്ടാവില്ല. ആടലോടകം നല്ല തന്നെ, തുളസിൻ്റെ ഇല, ചുക്ക്, കുരുമുളക്, അതുപോലെ പല നമ്മളെ ഈ കറ്റാറ കീഴാനെല്ലി അങ്ങനെയുള്ള മരുന്നൊക്കെ കൊടുക്കുക. കോഴി വസന്തയൊക്കെ തടുക്കുന്ന പറയും. കീഴാനെല്ലിയൊക്കെ അതിൽ കൂടെ ഇട്ടിട്ട് നമ്മൾ കഷായം വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറേ അസുഖങ്ങൾ തടയാൻ സാധിക്കും അല്ലേ? മുട്ടയുടെ ഉൽപാദനത്തിലും നമുക്ക് ഇംഗ്ലീഷ് മരുന്ന് ആവശ്യമില്ല. പിന്നെ ഇംഗ്ലീഷ് മരുന്ന് കൊടുക്കുക ഞാൻ വാങ്ങിക്കാതെ. എൻ്റെ ഇംഗ്ലീഷ് മരുന്ന് സ്റ്റോക്ക് ഇല്ല ഇപ്പോൾ ഇവിടെ. ഞാൻ കൊടുക്കാറില്ല. കുറേ ആയിട്ട് ഇംഗ്ലീഷ് മരുന്ന് കൊടുക്കാറില്ല. എൻ്റെ കോഴി വെച്ചപ്പോൾ കുറേ ആയിട്ട് ഇപ്പോൾ അസുഖമൊന്നും ചാകുന്നില്ല. പിന്നെ അത് മാത്രമല്ല, ഇതുപോലുള്ള കൂടേ ഇപ്പോൾ ഇവിടുന്ന് കൂടും സാധനങ്ങളൊക്കെ അല്ലേ, നിങ്ങൾക്ക് മറ്റേ വലിയൊരു ലാഭമാണല്ലോ അല്ലേ? ഇത് നമ്മൾ ലാഭത്തിനാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മൾ ഒരു ഷോയിന് വേണ്ടി ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ലൈറ്റ് കൂടുണ്ടെങ്കിൽ അതിനുള്ളിൽ കുറേ ഇത് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ നാച്ചുറൽ ഇങ്ങനെ ഒരു കൂട്ടിലേ എത്ര കുട്ടികളെ വരെ ഇടാം? ഇതിനകത്ത് 100 കുഞ്ഞുങ്ങൾ, 150 കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് സുഖമായിട്ട് ഇതിനകത്ത് വിടാം. ഒരു 2 മാസം കുഞ്ഞുങ്ങൾക്ക് 100-150 ഇടാം. അത് കഴിഞ്ഞ് അവർ പിന്നെ പല കൂട്ടിലേക്കും മുളയും. അപ്പോൾ ഇത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അവിടെ കുറേ കൂടുകളുടെ ഷെഡുണ്ട്. അതിലൊക്കെ വേണമെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള അതിൽ പോയി കയറി മുളയുക കിടക്കുക. നമ്മളെ കഴിഞ്ഞാൽ അത് അവരുടെ സൗകര്യത്തിന് എവിടെ വേണമെങ്കിൽ കിടന്നോടെ നമ്മൾ വിടും. വൈകുന്നേരം മുടക്കും. ഇത് പ്രധാനമായിട്ട് ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോ അങ്ങനെ ചെറിയ മരത്തിന്റെ കഷ്ണങ്ങള്, അതായത് പലക, കമ്പി, വാർപ്പ് കമ്പി, കുറച്ച് ടാർപ്പായ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇതുപോലെ ഡോറുണ്ട്. അത് ഡോറൊക്കെ സിമ്പിൾ ഡോറ്. നമുക്ക് ഇങ്ങനത്തെ മതി. ഇതൊന്നും ആവില്ല. ഇതിന്റെ ആവശ്യം ആശാനെ വിളിച്ചിട്ട് പണിയേണ്ട കാര്യമൊന്നുമില്ല. കുട്ടികൾ കുറച്ച് കുട്ടികളുള്ളൂ. നമുക്കതിൽ അതിനകത്ത് കൊണ്ടുവയ്ക്കാം. കൊണ്ടുപോവാം. നമുക്ക് അവിടെ ഈ കൂടൊക്കെ ഉണ്ട്. ഇതിനൊന്നും നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഇതൊക്കെ സൗകര്യമുണ്ട്. ഇതൊക്കെ ഒഴിവാക്കിയിട്ടാണ് അതിനകത്ത് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇതൊക്കെ നല്ല സൗകര്യമുള്ള കൂടാണ്. ഇതൊക്കെ വൈകിട്ട് വരും. കോഴികൾ മുളയാൻ വരും. നാടൻ കോഴികൾ പല ഭാഗത്തേക്ക് വിട്ടു വരിക. അത് വൈകുന്നേരം ആകുമ്പോൾ കൂടന്വേഷിച്ച് വരും. കൂടന്വേഷിച്ചിട്ടേ അത് വന്നോളും. കൂട്ടിക്ക് മാറ്റുക. നാച്ചുറൽ കൂട്ടിലേക്ക് മാറ്റുക.
മാറ്റാൻ പോണ ആൾക്കാർ. പോട്ടെ. അപ്പോൾ നമുക്ക് പിന്നെ തുറന്നു വിടാൻ പോണ്, അവനെ ഫ്രീ ആക്കി വിടാൻ പോണ്, സ്വാതന്ത്ര്യം ലഭിക്കാനല്ലേ, സ്വാതന്ത്ര്യം കൊടുക്കാൻ പോകും. അത് മറ്റൊരു കൊത്തുമല്ലേ, അതൊക്കെ ശരിയാവും. അതൊക്കെ പരിചയക്കൊള്ളാം കേട്ടെ. നമ്മള് പുതിയ ആൾക്കാരെ കൊണ്ടുവന്നു, പുതിയ ആൾക്കാരെ കൊടുത്തിട്ടു. ഇനി ഡോർ അടച്ചു, നമുക്ക് ഇനി ഡോർ അടയ്ക്കാച്ച ഇനി ഒരു സംഭവം വരില്ല അതിനകത്ത്. ഒന്നും സംഭവിക്കില്ല ഇതിനകത്ത്, ഒറ്റ കുഴപ്പമുണ്ട്. നായ അത്രയ്ക്കുള്ള സംഭവം ഉണ്ടായില്ല ഇതുവരെ, യാതൊരു കുഴപ്പവും വന്നിട്ടില്ല അല്ലേ. ഇതിന് കല്ലൊക്കെ മാറ്റി പൊക്കാനൊന്നും നായ കിടക്കും പൊക്കാനൊന്നും കഴിയില്ല. അപ്പോൾ ഇത് അറിയില്ല, അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ശരിക്കേ നമ്മള് ശരിക്കും ഇതുപോലെയുള്ള കാര്യങ്ങളാണ് എല്ലാവരും ചെയ്യേണ്ടത്. പൈസ മുടക്കിയിട്ട് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. അതായത് നമുക്ക് നല്ല കൂട് ഉണ്ടാക്കാം, പക്ഷെ 2 മാസത്തിന് ശേഷം അതിൽ ഇട്ടാൽ മതി. അതിന് തുറന്നു വിടുക, വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ഇതിപ്പോൾ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ വേണമെങ്കിൽ അവർ നമുക്ക് തുറന്നു വിടുക. അവർക്ക് അവരുടെ ഇഷ്ടപ്പെട്ട മറ്റേ കൂടുകളിക്കോ അത് പുകയോ ഇതിനകത്ത് ഇരിക്കേ അവർക്ക് ഇതുപോലെ നാച്ചുറൽ ആയിട്ട് അവരെ കൊടുക്കുക. അതെ, മറ്റു കൂടുകളിൽ കൊണ്ടുപോയിട്ട് അവരുടെ സൗകര്യം പഠിച്ചപ്പോൾ എൻ്റെ ഇനി വേറെ കൂടുണ്ട്, കോഴികൾ പോപ്പറ്റിലൊക്കെ മുട്ടയൊക്കെ ഇട്ട് കിടക്കുന്നുണ്ട്, അതിൽ 2-3 കോഴികൾ അട കിടക്കുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ, നമുക്ക് എത്ര രസകരമായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ വീടൊക്കെ ഉണ്ടാക്കുന്ന പോലെയുള്ളൊരു വീടൊക്കെയാണ് കോഴിക്കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് പക്ഷെ അത് നാച്ചുറലായിട്ട് തന്നെ അവർ നടക്കുമ്പോൾ അവർക്ക് ഒരുപാട് പ്രതിരോധ ശേഷി വന്നിട്ടുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. സന്തോഷേട്ടൻ ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ഒരുവിധം കോഴി കർഷകർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. ഇപ്പോൾ സന്തോഷേട്ടൻ്റെ ഈ ഇൻക്യുബേറ്ററൊക്കെ എല്ലാവരുടെ കയ്യിലുണ്ട്, നിങ്ങൾ തന്നെ നമ്മളുടെ വീഡിയോകളിലൂടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സന്തോഷേട്ടൻ പറഞ്ഞ ഈ എക്സ്പീരിയൻസ് ഒക്കെ ബാക്കിയുള്ളവരിലേക്ക് കൂടി എത്തിക്കുക. നിങ്ങൾക്കും ഇതൊരു മുതൽക്കൂട്ടാവുമെന്ന് തന്നെയാണ് എൻ്റെയും പ്രതീക്ഷ. നമുക്ക് തീർച്ചയായും ഓർഗാനിക് കേരളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലൂടെ ഒട്ടും വൈകാതെ വീണ്ടും കാണാം. അതുവരെ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടോടും കൂടി